ഇന്നലേക്ക് ഞങ്ങൾ സാധനവും മീനിയായിട്ട് ഞങ്ങൾക്ക് വിളക്കും തിരിയും കൽപ്പിച്ച് ഞങ്ങളെ എണ്ണത്തിന് കോട്ടം തട്ടാതെ ആർക്കെങ്കിലും എത്തുന്ന മഹാദേവൻ ഏതാനും ചില എണ്ണങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ. എങ്കിലും ആ വിശ്വസിച്ച ഒരു മാതാവ് ഇന്നലേക്ക് അങ്ങോട്ട് വിശ്വസിച്ചാണ് ചതിച്ചിട്ടില്ലല്ലോ അല്ലേ. എങ്കിലും വിശ്വസിച്ച ഒരു മാതാവ് പെരുമയായിട്ട് ആ എണ്ണങ്ങൾക്ക് കോട്ടം തട്ടാതെ ഭാരത്തെങ്കിൽ മാതാവിന് അയ്യോ മാതാവെ മനസ്സ് കിട്ടി. ഏതൊരു കാര്യത്തിനും വീരത്തിനും വിരിഞ്ഞിറങ്ങുമ്പോൾ ആ പന്തിയിൽ തൂക്കിയ പഞ്ചതീപത്തിലൊന്നും ഐശ്വര്യത്തെ പ്രദാനം ചെയ്ത് ആ വിഘ്നങ്ങളൊക്കെയും തട്ടി വേറിട്ടം വരുത്തി ആ കണ്ണിനെ വന്ന് വേഗത്തിനായിട്ട് കൂട്ടിപ്പിടിച്ച് ഞങ്ങളുടെ കളിയാട്ടത്തിന് മുമ്പേതുമായിട്ടും 4 മാളുകൾക്ക് വരികടയാതെ ഞങ്ങൾ എണ്ണങ്ങൾ വിജയിച്ചിട്ടുണ്ടല്ലോ അല്ലേ. എന്നാൽ നാളേക്ക് നടത്തുന്നവരെയും മഹാദേവൻ കൽപ്പിച്ചവരെയും വിളിക്കും പെരുപ്പമായിട്ട് തന്നെ മാതാവ് കൽപ്പിച്ചാൽ പോരെ. എന്നാൽ ഒരുപാട് കാലതാമസപ്പെടുത്തുന്നില്ല. ശേഷം പോരാതെക്ക് ഞങ്ങളെ പൂർണ്ണ സ്വരൂപത്തിൽ കിട്ടുമ്പോൾ കേട്ടോ. ചങ്ങാതി അടിയരൂപത്തിൽ നമ്മൾ ശാസ്ത്രത്തിൽ ഇറങ്ങാനുണ്ടല്ലോ അല്ലേ. അഗ്നിയോട് എന്നുള്ളത് മുൻകൂട്ടി ജയിച്ച് ആ 10 മാളവർക്ക് ആ എണ്ണങ്ങൾ ആ വിഷമാദികൾ കൂടാതെ വേണമെങ്കിൽ കൽപ്പിക്കാൻ മാതാവും ആ കേട്ടോ. ആ പൈതങ്ങളെ വിശ്വസിച്ച ഒരു മാതാവാണ് കേട്ടോ. എങ്കിലും മാതാവ് വിഴിഞ്ഞിറങ്ങുമ്പോൾ ആർക്കും ഒട്ടാതായിട്ട് എൻ്റെ പൈതങ്ങൾ പെരുമമായിട്ട് തന്നെ വിശേഷിപ്പിച്ചു. മാതാവിന് അല്പ സന്തോഷമായി കേട്ടോ. എന്നാൽ കണ്ണീരോടായിട്ട് വിശേഷിപ്പിച്ചോ. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ അയ്യോ മാതാവെ മനസ്സിൽ വിട്ട് മനം തിരിഞ്ഞ് വിളിച്ചാൽ ആ വിളിച്ചതിന് മറുപടി ആയിട്ട് മാതാവ് കൈ കേട്ടോ.